Hello students, welcome to my channel. Today we are going to discuss some problems related to lenses. So let us start. First question, what distance should an object be placed from a convex lens of focal length 18 cm to obtain an image at 24 cm from it on the other side? What will be the magnification produced in this case? അതായത് ഒരു കോൺവെക്സ് ലെൻസ് അതിന്റെ ഫോക്കൽ ലെങ്ത് 18 സെന്റിമീറ്റർ ആണ്. ഇനി അതിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് 24 സെന്റിമീറ്റർ അകലെയാണ്. അതായത് കോൺവെക്സ് ലെൻസിന്റെ റൈറ്റ് സൈഡിലായിട്ട് 24 സെന്റിമീറ്റർ അകലെ ഇമേജ് ഫോം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് നമ്മൾ എത്ര ഡിസ്റ്റൻസ് അകലെ വെക്കണം? അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇമേജിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഫോക്കൽ ലെങ്തും തന്നിട്ടുണ്ട്. പിന്നെ എന്താ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, വാട്ട് വിൽ ബി ദി മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് കേസ്? അങ്ങനെയാണെങ്കിൽ അതിന്റെ മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും വരിക എന്നും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഫസ്റ്റ് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എടുത്തെഴുതാം. ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് എഫ് ഇസ് ഈക്വൽ ടു 18 സെന്റിമീറ്റർ. ഇത് കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ദെൻ ഇമേജ് ഡിസ്റ്റൻസ് വി ഈക്വൽ ടു 24 സെന്റിമീറ്റർ. 24 സെന്റിമീറ്റർ റൈറ്റ് സൈഡിലാണ്, അപ്പൊ അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി വി നോ ദാറ്റ് ദി ലെൻസ് ഫോർമുല. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? യു നമുക്കറിയില്ല, ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് നമുക്കറിയില്ല, യു നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. അപ്പോ വി നോ ദാറ്റ് ലെൻസ് ഫോർമുല 1/f is equal to 1/v minus 1/u. ഓക്കെ, അപ്പൊ ഇവിടെ വിയും തന്നിട്ടുണ്ട്, എഫും തന്നിട്ടുണ്ട്, യു നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോ 1/u ഈക്വൽസ് നമുക്ക് എങ്ങനെ എഴുതാം? 1/v minus 1/f. ഓക്കെ, then substitute the values. v എത്രയാണ്? 24 സെന്റിമീറ്റർ minus 18, 1/18. Then we can take LCM, 72, 3 minus 4. So 1/u is equal to minus 1/72. Then u is equal to minus 72 centimeter. So we got object distance u is equal to minus 72 centimeter. We should place the object at distance of minus 72 centimeter in front of the lens. ലെൻസിന്റെ ഫ്രണ്ടിലായിട്ട് മൈനസ് 72 സെന്റിമീറ്റർ അകലെ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചാലാണ് 24 സെന്റിമീറ്റർ അകലെ നമുക്ക് ഇമേജ് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് വിൽ ബി ദി മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് കേസ്? ഇതിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ? എം ഇസ് ഈക്വൽ ടു വി ബൈ യു അല്ലെ? ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമുക്കറിയാം ഇമേജിന്റെ ഡിസ്റ്റൻസ്, ദെൻ ഡിവൈഡഡ് ബൈ യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. അപ്പോ ഈസ് ഈക്വൽ ടു എന്ത് വരും? 24 ഡിവൈഡഡ് ബൈ മൈനസ് 72. സോ വി വിൽ ഗെറ്റ് 1/-1/3. ഓക്കെ, മൈനസ് 1/3 എന്ന് പറഞ്ഞാൽ എം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എം മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1നോട് ഈക്വൽ ആണെങ്കിൽ സെയിം സൈസ് ആയിരിക്കും. 1നേക്കാൾ ചെറുതാണെങ്കിലോ ഡിമിനിഷ്ഡ് ആയിരിക്കും, 1നേക്കാൾ വലുതാണെങ്കിൽ മാഗ്നിഫൈഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ എം എന്ന് പറഞ്ഞാൽ എത്ര? -1/3. -1/3 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1നേക്കാട്ടിലും ചെറുതായിരിക്കും. മാഗ്നിഫിക്കേഷൻ ഇവിടെ 1നേക്കാൾ ചെറുതാണ്. അപ്പൊ ആ ഇമേജ് എങ്ങനെയായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും. ഡിമിനിഷ്ഡ് ഓർ സ്മോൾ സൈസ്, ചെറുത്, ഒബ്ജക്റ്റിനേക്കാൾ ചെറിയ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യും. പിന്നെ റൈറ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യാൻ നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 24 സെന്റിമീറ്റർ, പോസിറ്റീവ് 24 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലായിരിക്കും. അപ്പൊ റൈറ്റ് സൈഡിലായിരിക്കും അത് എങ്ങനത്തെ ഇമേജ് ആയിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. സോ ഇമേജ് വിൽ ബി റിയൽ ആൻഡ് ഇൻവേർട്ടഡ് and diminished. Okay, clear. Next question. The image of an object placed at 60 cm in front of a lens is obtained on a screen at a distance of 120 cm from it. Find the focal length of the lens. What would be the height of the image if the object is 5 cm high? അതായത് ലെൻസിൽ നിന്ന് 60 സെന്റിമീറ്റർ അകലെ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ട്. ഇമേജ് ഫോം ചെയ്തത് 120 സെന്റിമീറ്റർ അകലെ സ്ക്രീൻ വെച്ചപ്പോഴാണ്
ഇമേജ് ഫോം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ട് 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇമേജിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? യു ആണ്. യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് 60 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുള്ളത്? 120 സെന്റിമീറ്റർ. 120 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ഫോക്കൽ ലെങ്ത് നമുക്ക് അറിയില്ല. ഫോക്കൽ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് അറിയില്ല. ദെൻ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് HO എന്ന് എടുക്കാം നമുക്ക് 5 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളത്? ലെൻസ് ഫോർമുല. എന്താണ് ലെൻസ് ഫോർമുല? 1/f is equal to 1/v minus 1/u. Okay, then we can substitute the values. 1/v എന്ന് പറഞ്ഞാൽ 1/120 minus of 1/-60. Okay, so നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആവും. അപ്പോ LCM എടുക്കുമ്പോ 120 1 പ്ലസ് 60 2. So 3/120. So 40. So 1/f is equal to 1/40. So f is equal to 40 centimeter. നമുക്ക് ഫോക്കൽ ലെങ്ത് കിട്ടി. ഫോക്കൽ ലെങ്ത് is equal to 40 സെന്റിമീറ്റർ. ഓക്കെ, ക്ലിയർ. ഇവിടെ നമുക്ക് 40 ആണ് ഫോക്കൽ ലെങ്ത് കിട്ടിയത്. അത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ഇത് ഏത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നമുക്ക് ഇമേജിന്റെ ഹൈറ്റ് കൂടി കണ്ടുപിടിക്കാനുണ്ട്. What would be the height of the image if the object is 5 centimeter high? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഇമേജിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം? നമ്മൾ പഠിച്ചതാണ് മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ അല്ലെ? മാഗ്നിഫിക്കേഷൻ m is equal to hi/ho, അതായത് ഇമേജ് ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റ് ഹൈറ്റ്. ദിസ് ഈക്വൽ ടു v/u, അതായത് ഇമേജ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് അല്ലെ? അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇവിടെ hi നമുക്ക് അറിയില്ല, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി എല്ലാം നമുക്ക് അറിയാം. അപ്പൊ ആ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. hi അവിടെ തന്നെ നിർത്താം. Then v/u into ho, ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v എന്ന് പറഞ്ഞാൽ 1/120, u എന്ന് പറഞ്ഞാൽ -60 into ho തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടാം? equal to -10 സെന്റിമീറ്റർ. -10 സെന്റിമീറ്റർ ആണ് ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ആണ് നമുക്ക് കിട്ടിയത്. ആ നെഗറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. തല കീഴായ ഇമേജ് ആയിരിക്കും. കാരണം അത് താഴോട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. തല കീഴായ ഇമേജ്. അപ്പൊ അത് അതുകൊണ്ടാണ് ഇവിടെ ഇമേജ് നെഗറ്റീവ് ആയിട്ട് കിട്ടിയത്. സോ ദി ഇമേജ് വിൽ ബി റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. Then the height of the image -10 centimeter. Okay, clear. Next question. An object of height 4 centimeter is placed at a distance of 30 centimeter from the optical center O of a convex lens of focal length 20 centimeter. Draw a ray diagram to find the position and size of the image formed. Also find the approximate ratio of size of the image to the size of the object. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് HO എന്നെടുക്കാം 4 സെന്റിമീറ്റർ. അതെപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി ഒപ്റ്റിക്കൽ സെന്ററിന് 30 സെന്റിമീറ്റർ അകലെ ഒബ്ജക്റ്റിന് വെച്ചിട്ടുണ്ട്. 30 സെന്റിമീറ്റർ. അപ്പൊ അതെന്തായിരിക്കും? അതിന്റെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് u ഈക്വൽ ടു 30 സെന്റിമീറ്റർ. അതെപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം അതെപ്പോഴും ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഒബ്ജക്റ്റിനെ നമ്മൾ എപ്പോഴും പ്ലേസ് ചെയ്യുന്ന എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ്. ഇനി അതിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത്
F is equal to 20 centimeter. ഇവിടെ കോൺവെക്സ് ലെൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിന്റെ ഇമേജിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന്റെ റേ ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വൺ മോർ ക്വസ്റ്റ്യൻ ഇസ് ദ റേഷ്യോ ഓഫ് സൈസ് ഓഫ് ദി ഇമേജ് ടു ദി സൈസ് ഓഫ് ദി ഒബ്ജക്ട്. ഇതെന്തായിരിക്കും? ഇതിന്റെ റേഷ്യോ, ഇമേജിന്റെ സൈസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാഗ്നിഫിക്കേഷൻ ആണ് അല്ലെ? നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ m is equal to h dash by h. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം, we know that the lens formula 1 by f is equal to 1 by v minus 1 by u. ഓക്കെ, അപ്പൊ നമ്മള് ഇമേജ് എവിടെയാണ് ഫോം ചെയ്യാന്നാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാണ് നമുക്ക് അതിന്റെ ഇമേജിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കി ഫോക്കൽ ലെങ്ത്തും യു ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് v കണ്ടുപിടിക്കാം. 1 by v ഈക്വൽ ടു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 1 by f plus 1 by u. Okay, then substitute the values. What is focal length? 20. Then plus 1 by u minus 30. Okay, then we can take LCM 60. Then 3 minus 2. So we will get 1 by 60. So 1 by v is equal to 1 by 60. So v is equal to 60 centimeter. അപ്പൊ നമുക്ക് ഇമേജിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കിട്ടി? 60 സെന്റിമീറ്റർ അകലെയാണെന്ന് കിട്ടി. 60 സെന്റിമീറ്റർ ആണ് ഇമേജ് ഡിസ്റ്റൻസ്. അതായത് സ്ക്രീൻ നമ്മൾ 60 സെന്റിമീറ്റർ അകലെ റൈറ്റ് സൈഡിൽ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. കാരണം ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ എപ്പോഴും എന്തായിരിക്കും? ഇമേജ് ഏത് സൈഡിലായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ഇമേജിന്റെ ഡിസ്റ്റൻസ് എവിടെയാണെന്ന് കിട്ടിയില്ലേ? 60 സെന്റിമീറ്റർ അകലെ നമ്മൾ സ്ക്രീനിൽ വെച്ചാലേ നമുക്ക് ഇമേജ് കിട്ടുള്ളൂ. ഇനി അതിന്റെ റേ ഡയഗ്രം നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പൊ കോൺവെക്സ് ലെൻസ് വരച്ചു. Then principal axis വരച്ചു. ഓക്കെ, ഒപ്റ്റിക് സെന്റർ, then focal length f1, 2f1, f2, 2f2. ഓക്കെ, ഇനി ഫോക്കൽ ലെങ്ത് നമുക്കറിയാം 20 സെന്റിമീറ്റർ ആണ് അല്ലെ? അപ്പൊ ഇവിടെ 20 സെന്റിമീറ്റർ വരും, ഇവിടെയും 20 സെന്റിമീറ്റർ അല്ലെ? ഇതിന്റെ ഡബിൾ ആയിരിക്കും 2f2. അതായത് ഇവിടെയും 20, ടോട്ടൽ എത്ര വരും? 40, ഇവിടെയും 20. ഓക്കെ, ഇനി ഒബ്ജക്റ്റിനെ നമ്മൾ എവിടെ വെക്കുന്നത്? 30 സെന്റിമീറ്റർ അകലെയാണ് വെക്കുന്നത്. അപ്പൊ ഇവിടെ 40, ഇവിടെ ടോട്ടൽ f1 എന്ന് പറഞ്ഞാൽ 20, 2f1 എന്ന് പറഞ്ഞാലോ ഇവിടെ 40 സെന്റിമീറ്റർ ആണ്. അപ്പൊ 30 സെന്റിമീറ്റർ അകലെ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏകദേശം ഇവിടെ ആയിട്ടാണ് നമുക്ക് ഒബ്ജക്റ്റിനെ വരിക. അതായത് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എത്ര വരിക? u is equal to minus 30 സെന്റിമീറ്റർ. ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 20, അതിന്റെ ഡബിൾ ആണ് 40. അപ്പൊ 40ക്കും ഇതിന്റെ ഇടയിലായിട്ടായിരിക്കും 30 വരിക അല്ലെ? അപ്പൊ 30 സെന്റിമീറ്റർ അകലെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 2f1നും f1നും ഇടയിൽ ഒബ്ജക്റ്റിനെ വെച്ച് നമ്മൾ ഇമേജ് എവിടെ ഫോം ചെയ്യാന്നാ പഠിച്ചത്? ബിയോണ്ട് 2f2. 2f2ന് അപ്പുറമായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ വിയുടെ വാല്യൂ 60 സെന്റിമീറ്റർ ആണ് കിട്ടിയത് അല്ലെ? അപ്പൊ അത് വെച്ച് നോക്കൂ, ഇവിടെ 20 ആണ്, അതിന്റെ ഡബിൾ 40, 2f2 എന്ന് പറഞ്ഞാൽ 40. അപ്പൊ 60 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എവിടെ തന്നെ ആയിരിക്കും? 2f2ന് അപ്പുറമായിരിക്കും നമുക്ക്, ബിയോണ്ട് 2f2 തന്നെ ആയിരിക്കും നമുക്ക് ഇമേജ് കിട്ടുക. അപ്പൊ ആ ഇമേജ് എങ്ങനെയായിരിക്കും? വലിയ ഇമേജ് ആയിരിക്കും അല്ലെ? നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് വലിയ ഇമേജ്. നമുക്കൊന്ന് വരച്ചു നോക്കാം. പാരലൽ ആയിട്ട് റേസ് വരുന്നു, then ഫോക്കസിലൂടെ പോകുന്നു. ഓക്കെ, then ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പോകുന്നു. ഓക്കെ, നമുക്ക് ഏകദേശം ഇവിടെ നമുക്ക് ഇമേജ് കിട്ടും. അപ്പോ ഇതാണ് അതിന്റെ വി, ഇമേജിന്റെ ഡിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? 60 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഇമേജ് എങ്ങനെയായിരിക്കും? റിയൽ and inverted, then enlarged. വലിയ ഇമേജ് ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇമേജ് വലുതായിരിക്കും, പിന്നെ തല കീഴായ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 60 സെന്റിമീറ്റർ അകലെ കിട്ടും. ഇങ്ങനെയാണ് അതിന്റെ റേ ഡയഗ്രാം വരുന്നത്. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Also find the approximate ratio of size of the image to the size of the object. That means magnification. Magnification m is equal to the ratio of height of the image divided by height of the object. അല്ലെ?
അപ്പൊ നമുക്ക് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് നമുക്ക് അറിയാം, എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 4 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ഇനി ഈ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഏത് ഇക്വേഷനിൽ കണ്ടുപിടിക്കാം? നമ്മൾ അറിയാം എമ്മിന്റെ ഇക്വേഷൻ, നമുക്ക് ഒരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാഗ്നിഫിക്കേഷൻ. വാട്ട് ഇസ് ദാറ്റ്? എം ഇസ് ഈക്വൽ ടു വി ബൈ യു. സോ വി ക്യാൻ റൈറ്റ് ഫ്രം ദിസ് ടു ഇക്വേഷൻ, we can write m is equal to h I by h o is equal to v by u. അല്ലെ? അപ്പൊ നമുക്ക് ഇമേജിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ബാക്കിയെല്ലാം ഇത് നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? h I is equal to v by u into h o. Okay, then we can substitute the value. v നമുക്ക് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ, ദാറ്റ് ഇസ് 60. v യുടെ വാല്യൂ 60 നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, 60. ദെൻ യുവിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, എത്രയായിരുന്നു? -30. ഓക്കെ, ദെൻ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 4 സെന്റിമീറ്റർ. ഓക്കെ, സോ വി വിൽ ഗെറ്റ് -8 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇമേജിന്റെ ഹൈറ്റ് കിട്ടി. ഇനി മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. എം ഈസ് ഈക്വൽ ടു h I by h o. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, ഇമേജിന്റെ ഹൈറ്റ് 8 സെന്റിമീറ്റർ. ദെൻ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? 4. എത്ര കിട്ടും? -2 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടി -2. മാഗ്നിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാഗ്നിഫിക്കേഷൻ 1 ഈക്വൽ ആണെങ്കിൽ അത് സെയിം സൈസ് ആയിരിക്കും. 1 ചെറുതാണെങ്കിൽ ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും. 1 വലുതാണെങ്കിലോ ഇമേജ് ലാർജ് ആയിരിക്കും. അപ്പൊ ഇവിടെ എമ്മിന്റെ വാല്യൂ എത്രയാണ്? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ -2 ആണ്. -2 അല്ലെങ്കിൽ 2 നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, ദെൻ 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1 വലിയ വാല്യൂ ആണ് 2. അപ്പൊ അതിനർത്ഥം എം എന്ന് പറഞ്ഞാൽ വലുതാണ്, 1 വലുതാണ്. സോ ഇമേജ് വിൽ ബി ലാർജ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞതാണ്, ലാർജ് ഇമേജ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ദെൻ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് that is real and inverted. തലകീഴായ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് നമ്മൾ അതിന്റെ ഇമേജിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു, വിയുടെ വാല്യൂ കണ്ടുപിടിച്ചു, 60 സെന്റിമീറ്റർ എന്ന് കണ്ടുപിടിച്ചു. ദെൻ സെക്കൻഡ് അതിന്റെ റേ ഡയഗ്രാം വരച്ചു കഴിഞ്ഞു നമ്മള്. എല്ലാ കാര്യങ്ങളും നമ്മൾ മാർക്ക് ചെയ്തു, യുവും വിയും ഫോക്കൽ ലെങ്ത് എല്ലാം മാർക്ക് ചെയ്ത് അതിന്റെ റേ ഡയഗ്രാം വരച്ചു. ഇമേജിന്റെ പൊസിഷൻ നമുക്ക് കിട്ടി. Then next last അതിന്റെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കിട്ടി -2. So today we discussed some problems related to lenses. So let us continue this session in next class. Thanks.